മണിയാർ ഗവൺമെന്റ് യു.പി. സ്കൂളിന് കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഈ അധ്യയന വർഷം നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിച്ചു. 2020 ലോകത്തിനാകെ പ്രതിസന്ധിയുടെ വർഷമായിരുന്നു. മാർച്ച് മാസം 10-ാം തീയതി കോവിഡ് വ്യാപനത്തെ തുടർന്ന് സ്കൂൾ അടച്ചു. ജൂണിൽ സാധാരണ പോലെ സ്കൂൾ തുറക്കുന്നതിന് സാധിച്ചില്ല. എന്നാൽ ആവേശപൂർവ്വം തന്നെ സ്കൂൾ പ്രവേശനം നടന്നു. കുട്ടികളുടെ ആകെ എണ്ണം 160-ൽ എത്തിയത് സ്കൂളിന്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫസ്റ്റ് ബെൽ എന്ന പ്രവർത്തനം ആസൂത്രണം ചെയ്ത് രാജ്യത്തിന് തന്നെ മാതൃകയായി. ഓൺലൈൻ ക്ലാസുകൾക്ക് പിന്തുണയായി ജൂൺ 1-ന് തന്നെ നമ്മുടെ എല്ലാ ക്ലാസുകൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ആവശ്യമായ പിന്തുണ നൽകാൻ നമുക്കായി. ഓൺലൈൻ ക്ലാസുകൾ കണ്ട കുട്ടികൾ വീട്ടിലിരുന്ന് പ്രവർത്തനങ്ങൾ ചെയ്ത് രേഖപ്പെടുത്തലുകൾ ഫോട്ടോകളാക്കി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തു. ക്ലാസ് അധ്യാപകർ സമയബന്ധിതമായി വിലയിരുത്തി. ആവശ്യമായ സന്ദർഭങ്ങളിൽ വീഡിയോകളും മറ്റ് നിർദ്ദേശങ്ങളും നൽകിപ്പോരുന്നു. സ്കൂളിന് സമീപത്തായി ചേറ്റുകുഴി സാമൂഹിക പഠന കേന്ദ്രത്തിലും അഷ്ടമംഗലം വായനശാലയിലും കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ കാണുന്നതിനുള്ള സൗകര്യമൊരുക്കി. ചേറ്റുകുഴി പഠനകേന്ദ്രത്തിൽ മണിയാർ ഗ്രാമസേവാ സമിതി വായനശാലയും അഷ്ടമംഗലം വായനശാലയുടെയും നേതൃത്വത്തിലാണ് പഠന സൗകര്യം ഒരുക്കിയത്. ഇതോടൊപ്പം സ്കൂളിൽ പുനലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരു TV സംഭാവനയായി ലഭിക്കുകയും ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു പ്രസംഗപീഠം ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് M. സുദർശനൻ സംഭാവനയായി നൽകി. പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിനും നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും ആഗ്രഹിക്കുന്ന നല്ലവരായ നാട്ടുകാരുടെ പ്രവർത്തികൾ തീർച്ചയായും സ്കൂളിന് സന്തോഷം നൽകുന്നതാണ്. LSS ഫലം വന്നപ്പോൾ നമ്മുടെ സ്കൂളിലെ രാധു വിനേഷ്, അമൃതാഞ്ജലി, ആദി സന്തോഷ് എന്നിവർക്ക് വിജയിക്കാനായി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മണിയാർ ഗ്രാമസേവാ സമിതി ഗ്രന്ഥശാലയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രസംഗ മത്സരം, ക്വിസ് മത്സരം എന്നിവ ഓൺലൈനായി നടത്തി. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ഹൈടെക് പ്രഖ്യാപന ചടങ്ങ് സ്കൂളിൽ തത്സമയം നടത്തി. ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീഡ് വിദ്യാർത്ഥിയായി പ്രീ പ്രൈമറിയിലെ ആത്മജ് രവീന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1/6/2020 തന്നെ ആദ്യ ഓൺലൈൻ SRG യോഗം നടത്തി. തുടർന്ന് എല്ലാ മാസവും 2 SRG മീറ്റിംഗുകൾ വീതം നടത്തിപ്പോരുന്നു. 10/9/2020 മുതൽ 3 ദിവസമെടുത്ത് എല്ലാ കുട്ടികളുടെയും വീടുകൾ സന്ദർശിച്ചു. ഓരോ കുട്ടിയുടെയും ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഇത് സഹായകമായി. മാസ്കുകളും പഠനോപകരണങ്ങളും കുട്ടികൾക്ക് സമ്മാനമായി വിതരണം ചെയ്തു. ഇതിനായി SMC അംഗം ശ്രീ മണിയാർ രാജൻ 150 നോട്ട്ബുക്കുകൾ വാങ്ങിത്തന്നു. 13/11/2020 നടന്ന ഓൺലൈൻ PTA ജില്ലയിലെ തന്നെ ആദ്യത്തേതായി വിലയിരുത്തപ്പെട്ടു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം ശ്രീ റെനി ആന്റണി, AEO ഉണ്ണികൃഷ്ണൻ R, BPO ജയചന്ദ്രൻ പിള്ള K എന്നിവർ രക്ഷിതാക്കളുമായി സംവദിച്ചു. കോവിഡ് കാലത്ത് നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ രക്ഷിതാക്കളുടെ സംശയങ്ങളായി ഉയർന്നു വന്നു. ലളിതവും സമഗ്രവുമായ മറുപടികളിലൂടെ ഓൺലൈൻ PTA അർത്ഥപൂർണമായി. കോവിഡ് കാലത്തും സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുവാനും തിരികെ വാങ്ങുവാനും സാധിച്ചു. സ്വാതന്ത്ര്യദിനം, ഭക്ഷ്യദിനം, കേരളപ്പിറവി ദിനം, രാഷ്ട്രീയ ഏകതാ ദിനം, വിദ്യാഭ്യാസ ദിനം, പക്ഷി നിരീക്ഷണ ദിനം എന്നീ ദിനാചരണങ്ങൾ ഓൺലൈനായി സംഘടിപ്പിച്ചു. ശിശുദിനത്തിൽ പെർമനന്റ് ലോക് അദാലത്ത് രജിസ്ട്രാറായ ശ്രീ ഷിയാസ്, മണ്ണ് ദിനത്തിൽ അഞ്ചൽ കൃഷി ഓഫീസറായ ശ്രീ ഷാജി എന്നിവർ ഓൺലൈനായി ക്ലാസുകൾ നയിച്ചു. കോവിഡ് കാലത്തും കുട്ടികൾക്ക് മികച്ച പഠന അനുഭവങ്ങൾ ഒരുക്കി നൽകാൻ നമുക്കായിട്ടുണ്ട്. പ്രീ പ്രൈമറി കുട്ടികൾക്കായി പഠന കളി ഉപകരണങ്ങൾ ഒരുക്കി പ്രീ പ്രൈമറി നവീകരണം നടത്തി. LSS USS പരിശീലനം, മലയാള തിളക്കം, ഗണിത വിജയം എന്നീ പ്രവർത്തനങ്ങൾ പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് നടത്താനായി. കോവിഡ് എന്ന മഹാമാരി നമുക്ക് മറികടക്കാനാവും. വരും വർഷങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് സാധാരണ അക്കാദമിക അനുഭവങ്ങൾ നൽകാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുവരെ അവർക്ക് എല്ലാ പിന്തുണയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവർക്കാവശ്യമുള്ള എന്ത് സഹായത്തിനും മണിയാർ ഗവൺമെന്റ് UP സ്കൂൾ കൂടെയുണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു.